ഹായ് സഹോദരി സഹോദരന്മാരെ, ഇന്ന് പല ഗർഭിണികളും കഴിക്കേണ്ട ആഹാരത്തെക്കുറിച്ച് ഒരു വലിയ ബോധമില്ലാതെ ഇരിക്കുന്നവരാണ്. ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്കും ഗർഭിണികളുടെ ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതം നല്ല പോഷകസമൃദ്ധമായ ആഹാരം കഴിക്കുന്നത് മൂലമാണ് ഉണ്ടാകുന്നത്. കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും ഗർഭിണികളുടെ ആരോഗ്യത്തിനുമുള്ള പ്രോട്ടീൻ അടങ്ങിയ നല്ല വസ്തുക്കൾ, നല്ല ആഹാര സാധനങ്ങൾ കഴിക്കണം. പഴവർഗ്ഗങ്ങൾ, പച്ചക്കറി എന്നിവ നന്നായി കഴുകി വേണം കഴിക്കാൻ. കൂടാതെ കാൽസ്യത്തിൻ്റെ അംശം കിട്ടാൻ പാല്, തൈര് ഇവ ധാരാളം കഴിക്കുക. ഇരുമ്പിൻ്റെ അംശം കിട്ടാൻ ഇലക്കറികൾ ധാരാളം കഴിക്കുക. ഇലക്കറികൾ ചീര, മുരിങ്ങയില ഇവ ധാരാളം കഴിക്കുക. വിറ്റാമിൻ സിയുടെ കുറവുണ്ടാകുന്നത് തടയാനായിട്ട് ബ്രോക്കാളി, ഓറഞ്ച് എന്നിവ കഴിക്കുക. ഇങ്ങനെ ധാരാളം വെള്ളം കുടിക്കുക. 7-8 ഗ്ലാസ് വെള്ളം ദിവസം കുടിക്കണം. മൂത്രനാളിയിൽ അണുബാധ ഉണ്ടാവാതിരിക്കാനും മലബന്ധം നല്ല രീതിയിൽ മലശോധന ഉണ്ടാവാനും 7 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ പാല്, തൈര് എന്നിവ കഴിക്കണം. മെർക്കുറി കൂടുതലുള്ള മത്സ്യങ്ങൾ കഴിക്കരുത്. മെർക്കുറി കൂടുതലുള്ള മത്സ്യങ്ങളായിട്ട് കോര, സ്രാവ്, ഞണ്ട് ഇവ കഴിച്ചാൽ കുഞ്ഞിൻ്റെ ഗർഭിണിയുടെ ഉള്ളിൽ കിടക്കുന്ന ഗർഭം അലസിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മെർക്കുറി കൂടുതലുള്ള മത്സ്യങ്ങൾ കഴിക്കരുത്. പഴവർഗ്ഗങ്ങൾ ധാരാളം കഴിക്കുക. മുട്ട, ഇറച്ചി, മീൻ എന്നിവ ധാരാളം കഴിക്കുന്നത് നല്ലതായിരിക്കും. വളർച്ച മാറാനും നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനും കുഞ്ഞിൻ്റെയും അമ്മയുടെയും വളർച്ചയ്ക്കും മുട്ട നല്ലതാണ്. മുട്ടയും പാലും. ഇങ്ങനെ സമീകൃത ആഹാരങ്ങൾ കഴിക്കുന്നത് മൂലം അമ്മയ്ക്കും കുഞ്ഞിനും നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാതെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. കഫീൻ അടങ്ങിയ കാപ്പി, ചായ എന്നിവ ഗർഭിണികൾ കഴിക്കരുത്. കാപ്പി, ചായ കേട്ടല്ലേ? കാപ്പിയും ചായയും കഴിച്ചുകൂടാ. കഴിച്ചാൽ അത് കഫീൻ അടങ്ങിയതാണ്, കഫീൻ കൂടുതലുള്ളതാണ്. അത് ഗർഭസ്ഥ ശിശുവിനെ ദോഷകരമായി ബാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുകയും ചെയ്താലേ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഉള്ളം നീ മുഴുവൻ തുറന്നു തള്ളയാമേശുവിൻ കയ്യിലേൽപ്പിക്കാം. എൻ്റെ ദൈവം മഹത്വത്തിൽ ആദ്രവാനായിരിക്കുന്നു. സാധു ഞാനീശോണിത ഏതും കാര്യമില്ലെന്നെൻ്റെ പ്രാണൻ ചൊല്ലുന്നു. ഈ ഓരോ ഗർഭിണികൾക്കും ഈ വീഡിയോ അനുഗ്രഹമായി തീരട്ടെ. ഇത് പ്രത്യാശിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.